വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫണ്ട് തിരിമറിയിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പോലീസിൽ പരാതി നൽകി. ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ആവശ്യം. HDS ഓഡിറ്റിൽ 46 ലക്ഷം രൂപയാണ് കാണാതായത്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് പരാതിക്കൊപ്പം സമർപ്പിച്ചു. വിശദാംശങ്ങളുമായി സനിസ ശോഭാചന്ദ്രൻ ചേരുന്നുണ്ട്. സനിസ, ഇതിപ്പോൾ സൂപ്രണ്ട് നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള ഫണ്ട് തിരിമറി കണ്ടെത്തിയിട്ടുള്ളത്. ഇൻവെന്ററി സ്റ്റോക്ക് അടക്കമുള്ളവയിൽ ഈ ഫണ്ട് തിരിമറി കണ്ടെത്തിയതിനു ശേഷമാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയത്. അതെ, 2019-2020 ഒരു വർഷ കാലയളവിൽ നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് വലിയ തരത്തിൽ 46 ലക്ഷം രൂപയുടെ HDS ഓഡിറ്റിൽ 46 ലക്ഷം രൂപയുടെ തിരിമറിയാണ് കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ഇന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഇന്നലെ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി, ആഭ്യന്തര മന്ത്രിക്ക് വിജിലൻസ് അന്വേഷണം അടക്കം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. എന്തായാലും പ്രാരംഭഘട്ടം എന്ന രീതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്ത പ്രാരംഭ അന്വേഷണം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആഭ്യന്തര വകുപ്പും ഈ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിലേക്ക് കടക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് സൂപ്രണ്ട് ഇന്ന് നൽകിയ പരാതിയിൽ ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം സമർപ്പിച്ചുകൊണ്ട് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ക്രമക്കേടിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ അത് ആ ഓഡിറ്റ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ വ്യക്തമാക്കണം. കരാറുകാർക്ക് അടക്കം നൽകിയ തുകയിൽ നിന്ന് നികുതി അടക്കം വെട്ടിക്കുറച്ചിട്ടുണ്ട്. ലാബുകളിൽ നിന്നുള്ള വരുമാനം ബാങ്കിൽ അടച്ചില്ല. MRI സ്കാനിങ്, CT സ്കാനിങ് നമുക്കറിയാം. ഈ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ വലിയ തരത്തിൽ എല്ലാ ദിവസവും ഒട്ടനവധി സ്കാനിങ്ങുകൾ, ലാബ് ടെസ്റ്റുകളൊക്കെ നടക്കുന്നതാണ്. ഇതിന്റെ ഒരു വർഷ കാലയളവിലെ തുക ബാങ്കിൽ അടച്ചില്ല. അത്തരം ഒരു ഗുരുതര ആരോപണം ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ലെഡ്ജറിലും വലിയ തരത്തിലുള്ള ക്രമക്കേടാണ്. ഈ വരവ് ചെലവ് കണക്കുകളോ യാതൊരു വിധത്തിലുള്ള രേഖകളോ ഇല്ലാതെയാണ് അതുള്ളത്. കൂടാതെ ഈ ലെഡ്ജർ ബുക്കിൽ വരെ വലിയ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യമാണ്. യാതൊരുവിധ രേഖകളുമില്ല. ഈ 46 ലക്ഷം രൂപ എങ്ങോട്ട് പോയി എന്നതിൽ യാതൊരുവിധ രേഖകളും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ വ്യാപ്തിയും അതിന്റെ ഗുരുതരാവസ്ഥയും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി നേരത്തെ തന്നെ ആഭ്യന്തര മന്ത്രിക്ക് കത്ത് നൽകുകയായിരുന്നു. എന്തായാലും ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ക്രമക്കേടായതുകൊണ്ട് തന്നെ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് പ്രാരംഭ അന്വേഷണം തുടങ്ങും. എന്തായാലും വിജിലൻസ് ആയിരിക്കും ഈ കേസ് അന്വേഷിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, നന്ദി സനിസ വിവരങ്ങൾക്ക്.